ആരാണ് അള്ളാന്റെ സ്വന്തക്കാർ? അഹ്ലുല്ലാഹി വഖാസത്തുഹു. വിശുദ്ധ ഖുർആന്റെ അഹ്ലുൽ ഖുർആനാണ്. അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാർ അവരാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരും. അള്ളാന്റെ സ്വന്തക്കാരും അള്ളാന്റെ പ്രത്യേകക്കാരും എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അഹ്ലുകാരാണ്. അൽഹംദുലില്ലാഹ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്നത് മഹത്തായ ഒരു ഇബാദത്ത്. കേൾക്കുന്നത് ഇബാദത്തായതുപോലെ, അത് വായിക്കുന്നത് ഇബാദത്തായതുപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് ഇബാദത്താണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ഹക്കിൽ ബാധ്യതകളിൽപ്പെട്ടതുമാണത്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് ആ ഖുർആന്റെ അഹ്ലുകാർക്ക് അതിനോടുള്ള ബാധ്യതയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മറ്റു വചനങ്ങളെക്കാൾ വിശുദ്ധ ഖുർആനിനുള്ള ശ്രേഷ്ഠത സൃഷ്ടികളെക്കാൾ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഗാംഭീര്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് ധാരാളക്കണക്കിന് പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതുപോലെ തന്നെ നിരവധി പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ അവർക്കുണ്ട്. സാധാരണഗതിയിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ്, അവിടെ നമുക്ക് ഈ ഖുതുബയിൽ തുടക്കം കുറിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖുർആൻ പഠിക്കുന്നവരെ പറ്റി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നവൻ, ഉത്തമൻ എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഉത്തമനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും സമാനമായി ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ 5028 കാണാം, ഇന്ന അഫ്ളലകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, നേരത്തെ പറഞ്ഞ ഉത്തമൻ എന്ന്, ഇവിടെ പറഞ്ഞ അതിശ്രേഷ്ഠർ,
അവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നൽ അമാനത നസലത് മിനസ് സമാഇ ഫീ ജദ്രി ഖുലൂബി റിജാൽ വനസല അൽ ഖുർആനു ഫഖറഉ ونزل القرآن فقرأوا القرآن وعلموا من السنة. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയമായും മനുഷ്യ ഹൃദയങ്ങളുടെ മുരടിലേക്ക്, അതിന്റെ ഏറ്റവും ഉള്ളിലേക്ക് അല്ലാഹു തആല ആകാശത്ത് നിന്ന് അമാനത്തിറക്കിയിരിക്കുന്നു എന്നാണ്. എന്താണത്? വനസലൽ ഖുർആൻ, അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചു. എന്നിട്ട് നമ്മളോട് പറയാണ് ഫഖറഉൽ ഖുർആൻ, അതിനാൽ നിങ്ങൾ ഖുർആൻ പഠിക്കുകയും വായിക്കുകയും വഅലിമു മിനസ് സുന്ന, നിങ്ങൾ സുന്നത്ത് മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 7276 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. പഠനത്തിന്റെ ശ്രേഷ്ഠത, അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നതിന്റെ മഹത്വം വിവരിക്കുന്ന നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. അതില് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നിയ ഒരു ഹദീസ് എന്തറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِنْ بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം 2699 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. നബി പറയാണ്, അള്ളാഹുവിന്റെ ഭവനങ്ങളായ, അവന്റെ വീടുകളായ മസ്ജിദുകളിലെ ഒരു മസ്ജിദിൽ വെച്ച് ആളുകൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും അവർ അത് അന്യോന്യം ഒരുമിച്ചിരുന്നിട്ട് പഠിക്കുകയും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായാൽ, വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ, എവിടെ? അള്ളാഹിന്റെ പള്ളികളിൽ വെച്ചൊരു പള്ളിയിൽ വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഫضل എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അവരുടെ മേൽ സക്കീനത്ത്, ശാന്തത വന്നിറങ്ങുകയും റഹ്മത്ത് അവരെ ആവരണം ചെയ്യുകയും മലായിക്കത്തുകൾ അവരെ പൊതിയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടുത്തുള്ളവരിൽ അവരെ അനുസ്മരിക്കുകയും ചെയ്യും എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, എത്ര ഹദീസുകളായ വിഷയത്തിൽ അറിയാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, നിശ്ചയമായും അള്ളാഹുവിന് ജനങ്ങളിൽ നിന്ന് ചില സ്വന്തക്കാരുണ്ട്. നമ്മൾ പറയില്ലേ, അയാളിന്റെ സ്വന്തക്കാരനാണ്, ഓനിന്റെ സ്വന്തക്കാരനാണ്. അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട്. ആരാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാർ? ഖാലു യാ റസൂലല്ലാഹ് മൻഹും, നബിയോട് ചോദിക്കപ്പെട്ടു, ആരാണ് അവർ? റബ്ബിന്റെ സ്വന്തക്കാരാരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല നമ്മളെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹും, ആരാണ് അള്ളാഹിന്റെ സ്വന്തക്കാർ? അഹ്ലുല്ലാഹി വഖാസത്തുഹു. വിശുദ്ധ ഖുർആന്റെ അഹ്ലുൽ ഖുർആനാണ്. അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാർ. അവരാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരും. അള്ളാഹിന്റെ സ്വന്തക്കാരും അള്ളാഹിന്റെ പ്രത്യേകക്കാരും എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അഹ്ലുകാരാണ്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യഗണങ്ങളെ 23 വർഷക്കാലഘട്ടം കൊണ്ട് പഠിപ്പിച്ചതും അവരെ വളർത്തിയതും ഈ ഒരു ഖുർആൻ മാത്രം മുന്നിൽ വെച്ചിട്ടാണ്. അഥവാ വിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാനമായ തിരുസുന്നത്തും. മഹാനായ ആമിർ ബിൻ വാസില റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അന്ന നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് ലഖിയ ഉമർ ബിൻ ഉസ്ഫാൻ. മഹാനായ നാഫിഅ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള റൂട്ടിൽ ഒരു 80 കിലോമീറ്റർ എന്നാണ് ഷറഹിൽ കാണുന്നത്. ആ പ്രദേശത്ത് വെച്ചിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടി. വകാന ഉമറു യസ്തഅമിലുഹു അലാ മക്ക. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ മക്കയിലെ ഉദ്യോഗം, മക്കയുടെ ആധിപത്യം അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്. മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി. ഉമർ ഖത്താബ് ചോദിച്ചു, താങ്കൾ ഇങ്ങോട്ട് പോന്നപ്പോ അഹ്ലുൽ വാദിയിൽ അഥവാ മക്കയിൽ ആരെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനായി താങ്കൾക്ക് പകരക്കാരനായി നായിബായിട്ട് നിയോഗിച്ചത് ആരെയാണ്? ഫഖാല, അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹു. ഇബ്നു അബ്സയാണ്.
ഖാല വമൻ ഇബ്നു അബ്സ. അബൂ ഉമർ ഖത്താബ് ചോദിക്കുകയാണ്, ആരാണ് ഈ ഇബ്നു അബ്സ? ഖാല, നാഫി പറഞ്ഞു, മൗലൻ മിൻ മവാലീന. മൗലൻ മിൻ മവാലീന. അബ്സ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽപ്പെട്ടൊരു മൗലയാണ്. എന്താ മൗല എന്ന് പറഞ്ഞാൽ? അടിമത്വത്തിൽ നിന്ന് മോചിതനായ സ്വതന്ത്രനായ ഒരു വ്യക്തി. ഒരു അടിമയായിരുന്നു അദ്ദേഹം, അവിടുന്ന് സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് ആക്കിയതെന്ന്. അപ്പൊ ഉമർ ഖത്താബ് ചോദിക്കുന്ന ചോദ്യം തരോ, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ. നിങ്ങളൊരു മൗലയാണോ അധികാരമേൽപ്പിച്ചത്? അഥവാ അടിമത്വത്തിൽ നിന്ന് മോചിതനായ ഉടനെയുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ മൗലയായി അങ്ങനെ അടിമത്വത്തിൽ നിന്ന് മോചിതനായി സ്വതന്ത്രനായി ജീവിക്കുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരാളാണോ? അതവര് സ്വതന്ത്രനായ എല്ലാ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരാളെ അല്ലേ എന്ന നിലക്കാകാം, അല്ലാഹു ആലം. ഖാല, അപ്പോ നാഫി പറഞ്ഞു, ഇന്നഹു. എന്താ മൗലയുടെ പ്രത്യേകത? മക്കയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്റെ പകരക്കാരനായി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ. ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിച്ചവനാണ്, ഓത്തുകാരനാണ്. വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിൽ. മാത്രമല്ല ഇൽമുൽ ഫറായിൽ, മവാരിസിൽ അഥവാ അനന്തരാവകാശ നിയമത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുമാണ്. അദ്ദേഹത്തെയാണ് ഞാൻ എനിക്ക് പകരക്കാരനാക്കിയത്. ഇത് കേട്ടപ്പോ ഉമർ ഖത്താബ് പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, ഈ വാചകം നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ കൊത്തിവെക്കണം. ഖാല ഉമർ. ഉമർ ഖത്താബ് തന്നെ പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാൽ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എന്തറിയോ? ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു തആല, നിശ്ചയമായും അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആൻ മുഖേന ചില സമൂഹത്തെ ഉയർത്തുകയും മറ്റു ചിലതിനെ താഴ്ത്തുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ്. കേവലം ഒരു അടിമയായിരുന്ന വ്യക്തിയെ അല്ലാഹുവിന്റെ കിതാബിലെ പാണ്ഡിത്യം ഉയർത്തി, കിതാബിന്റെ പഠനം ഉയർത്തി, തിരുസുന്നത്തിലുള്ള പാണ്ഡിത്യം ഉയർത്തി ഒരു അധികാര കസേരയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു എന്നാണ്. അല്ലാഹു അക്ബർ. ഈ ആയത്തിന്റെ ശറഹിൽ, ഈ ഹദീസിന്റെ ശറഹിൽ ശാരിഹിങ്ങൾ വിശദീകരിക്കുന്നത്, ഞാനത് മലയാളീകരിച്ച് പറയാണ്, സമയത്തിന്റെ കുറവുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും അത് വായിക്കുകയും ആത്മാർത്ഥമായി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ തന്നെ നല്ല ജീവിതം നൽകുമെന്നാണ്. അല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആൻ പഠിച്ചവർ ഈ ദുനിയാവിൽ തന്നെ ഉന്നതരാകുമെന്നാണ്. പിന്നെ ശാരിഹ് പറയുന്നത്, അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്, അവർക്ക് ആഖിറത്തിലോ ഉന്നതമായ പദവികൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, ഇത്ര മഹത്വം ലഭിക്കാൻ കാരണമാകുന്ന ഈ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താ? സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ മുതൽ അവിടുന്ന് ഇങ്ങനെ കടന്നു വന്നിട്ട് അവസാനം സൂറത്തുൻ നാസ് വരെ നമുക്ക് പരിചയമുള്ള, ഹിഫ്ളുള്ള, അതിന്റെ മആനി അറിയുന്ന എത്ര സൂറത്തുകളുണ്ട്. നമുക്ക് ഈ കിതാബിൽ എന്താണ് പാണ്ഡിത്യമുള്ളത്? ഈ കിതാബിനോട് നമ്മുടെ സമീപനം എന്താ? മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറയാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, كان يجمع بين الرجلين من قتل أحد في ثوب واحد ثم يقول أيهم أكثر أخذا للقرآن. അള്ളാന്റെ ഖുർആനിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയുടെ സവിശേഷത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഉദാഹരണമാണ് ഉഹുദിൽ ഷഹീദായ 70ഓളം വരുന്ന ശുഹദാക്കൾ. ആ ശുഹദാക്കളോടുള്ള നബിയുടെ സമീപനത്തിൽ നിന്ന് മനസ്സിലാക്കണം. എന്താ അറിയോ? ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മരിച്ചുപോയ ആളുകളുടെ മയ്യത്തുകളൊക്കെ ഒരു തുണിയിൽ ഒരുമിച്ച് കൂട്ടി. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവരിൽ അയ്യുഹും അക്തറു അഖ്ദൻ ലിൽ ഖുർആൻ, ഇവരിൽ ആരാണ് ഖുർആൻ കൂടുതൽ പഠിച്ചത്, ഖുർആനെ മുറുകെ പിടിച്ചത്, ഖുർആൻ നെഞ്ചിലേറ്റുന്നവരാരാണ്? ഫഇദാ ഉശീറ ലഹു ഇലാ അഹദിഹിമാ ഖദ്ദമഹു ഫിൽ ലഹദ്. അങ്ങനെ അവരിൽ നിന്ന്, ആ 70ഓളം മയ്യത്തുകളിൽ നിന്ന്
ശുഹദാക്കളുടെ മയ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് ചൂണ്ടിയാൽ ആ മയ്യത്തിന് ആദ്യം ഖബറിൽ വെക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഹിഫ്ളുള്ള, ഖുർആനിൽ പാണ്ഡിത്യമുള്ള, ഖുർആൻ പഠിച്ച, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളെയാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോലും തെരഞ്ഞെടുത്തത്. അന ഷഹീദുൻ വഖാല, എന്നിട്ട് നബി പറയാണ് അന ഷഹീദുൻ അലാ ഹൗലാ, അന്ത്യനാളിൽ ഞാൻ ഇവരുടെ സാക്ഷിയാണ്. വഅമറ ബിദഫ്നിഹിം ബിദിമാഇഹിം വലം യുസല്ലി അലൈഹിം വലം യുഗസ്സിൽഹും, ശേഷം അവരെ രക്തത്തോടെ ഖബറടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അവരെ കുളിപ്പിക്കുകയോ അവർക്ക് വേണ്ടി നിസ്കരിക്കുകയോ ചെയ്തില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ അങ്ങനെയുള്ളത്. വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. വീണ്ടും കാണാൻ പ്രിയമുള്ളവർ, ഈ ഖുർആനിന്റെ അഹലുകാരായ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഉള്ള പദവിയും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചതിനെ കുറിച്ച് അല്ലി പറയണത്. അള്ളാന്റെ കിതാബിന്റെ മആനി, അതിന്റെ ഹർഫുകൾ, അതിന്റെ ലഫ്ളുകൾ, അതിന്റെ ആശയങ്ങൾ അത് മനസ്സിലാക്കിയ ഒരാളെ കുറിച്ച് പറയണത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫി സുഫ്ഫ, ഞങ്ങൾ സുഫയിലായിരിക്കുന്ന. സുഫ എന്ന് പറഞ്ഞാല് മുഹാജിറുകളായ സാധുക്കൾ, അതായത് ഇവിടുന്ന് ഹിജറ പോയി മദീനയിലെത്തിയ സാധുക്കൾ അഭയം പ്രാപിച്ചിരുന്ന, അവര് താമസിച്ചിരുന്ന താൽക്കാലികമായ മദീനത്തെ പള്ളിയുടെ ഒരു ഓരത്ത് കെട്ടിയൊരു ഹൈമട്ടന്റെ അല്ലെങ്കിൽ തണലുള്ള സ്ഥലം, അതിനാണ് സുഫ എന്ന് പറയാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ സുഫയിലിരിക്കെ നബി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാന ഔ ഇലാ അൽ-അഖീഖ് ഫയഅതി മിൻഹു ബിനാഖതൈനി കൗമാവൈനി ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹ്മിൻ. എന്താ പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്യാതെയും കുടുംബ ബന്ധം തകർക്കാതെയും, രണ്ട് കാര്യം നബി പ്രത്യേകം പറയണം. ഒന്ന്, തെറ്റ് ചെയ്യാൻ പാടില്ല. രണ്ട്, കുടുംബ ബന്ധം തകർക്കാൻ പാടില്ല. അങ്ങനെ ദിവസവും രാവിലെ ബുഹ്താനിലേക്കോ അല്ലെങ്കിൽ അഖീഖിലേക്കോ, ബുഹ്താൻ എന്ന് പറഞ്ഞാൽ മദീനക്ക് അടുത്തുള്ള സ്ഥലമാണ്, അഖീഖ് എന്ന് പറഞ്ഞാൽ മദീനയിൽ ഒരു താഴ്വരയാണ്, അവിടെ വരെ പോയി വലിയ പൂഞ്ഞയുള്ള 2 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നു പോകുന്നതാണ്. ഒട്ടകത്തെ കുറിച്ച് നമുക്ക് അറിയാത്തോണ്ടാണ് ഹദീസിന്റെ ശറഹൊക്കെ വായിച്ച് നമുക്ക് അത്ഭുതം തോന്നിപ്പോ. ഒട്ടകം എന്താന്ന് മനസ്സിലായ ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണം. നോക്കൂ നിങ്ങള്, ഫഖുൽനാ യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അഹ്ലു സുഫയിലുള്ള ഞങ്ങൾ പറഞ്ഞു, അള്ളാന്റെ റസൂല് ഞങ്ങളത് ഇഷ്ടപ്പെടുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അഫല യഗ്ദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമ ഔ യഖറഅ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജല്ല ഖൈറുൻ ലഹു മിൻ നാഖതൈൻ. നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് രാവിലെ പോവുകയും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് 2 ആയത്തുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ ഓതുകയോ ചെയ്താൽ അതാണ് അയാൾക്ക് 2 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമായത്. وثلاث خير له من 3 وأربع خير له من 4 ومن أعدادهن من الإبل. 3 ആയത്തുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ 3 ആയത്തുകൾ ഓതുകയോ ചെയ്താൽ അതാണ് അയാൾക്ക് 3 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമായത്. 4 ആയത്തുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ 4 ആയത്തുകൾ ഓതുകയോ ചെയ്താൽ അതാണ് അയാൾക്ക് 4 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത്. ഒന്നില്ലെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ ഓതുക. ആയത്തിന്റെ അവസാനം പറയാണ് വമിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ. ആയത്തിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും അവയുടെ ഒട്ടകങ്ങളുടെ എണ്ണവും. അപ്പൊ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, എനിക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത്. പക്ഷെ ആർക്കും താല്പര്യമില്ല. ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ പള്ളി എടുക്കാം ഉദാഹരണമായിട്ട്. ഈ പള്ളിയില് സ്ഥിരം സുബീക്ക് വരുന്ന ഒരാളുടെ നിൽക്കാം, അല്ലെങ്കിൽ മഗ്രിബിന് ഇശാനൊക്കെ വരുന്ന ഒരാളുടെ നിൽക്കാം. അവർക്ക് പോലും പാലിക്കാൻ പറ്റിയ കാര്യമാണത്. ഇവിടെ ഇമാമുണ്ട്, അത്യാവശ്യം ഓതി തരാൻ പഠിപ്പിക്കാൻ പറ്റിയ ആളുണ്ട്, കുറച്ചൊക്കെ അറിയാം. അൽഹംദുലില്ലാ. എന്തേ നമുക്കൊന്ന് പഠിച്ചാൽ? എന്തേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടി ഓതി പഠിക്കാൻ ഒന്നിരുന്നാൽ എന്താ? ഇരുന്നതാ മെച്ചം. ഇരുന്നിട്ടില്ലെങ്കിലോ ഈ മെച്ചം ഉണ്ടാവില്ല. വേറെ പ്രശ്നമൊന്നുമില്ല.
വിശുദ്ധ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക എന്നത് എത്രത്തോളം പുണ്യകരമായ കാര്യമാണ് നിങ്ങൾ ആലോചിച്ചോക്കൂ. ഈ ഹദീസിനൊക്കെ മനസ്സിലാണതാണ്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. കൂടാതെ ഓരോ ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നാം അറിഞ്ഞിരിക്കണം. കൈയിങ്ങനെ കെട്ടി അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ ഇങ്ങനെ ഓതി എന്താ ഈ പറയണത് എന്നെങ്കിലും നമ്മൾ അറിയണ്ടേ? ഫാത്തിഹയെങ്കിലും നമ്മൾ ശരിക്കും അറിയണ്ടേ? നമ്മൾ ഓതിപ്പോണ എത്ര സൂറത്തുകളുണ്ട്, അതെന്താ പറയുന്നത് മനസ്സിലാവണ്ടേ? വിശുദ്ധ ഖുർആൻ അതാണ് എന്റെ ഇമാമ് എന്ന് ഖബറിൽ ചോദ്യം ചോദിക്കുന്ന ആളോട്, അല്ലെങ്കിൽ ഖബറാളിയോട്, ഖബറിൽ കിടക്കുന്ന ആളോട് മലക്കുകൾ ചോദിക്കുന്നിടത്തുണ്ട്, എന്ത് നീ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ കിതാബ് ഖറഅതു കിതാബല്ലാഹ് വആമൻതു ബിഹി വസദ്ദഖ്തു, ഞാനത് പഠിച്ചു, ഞാനതിനെ സത്യപ്പെടുത്തി എന്ന് പറയാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കണ്ടേ? വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അള്ളാഹ് അവതരിപ്പിച്ച്. ചില ആൾക്കാര് ചിലപ്പോ ആലോചിക്കുക, എങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാകുക, അത് അറബി ഭാഷയിലല്ലേ, എങ്ങനെ നമുക്ക് തിരിയോ എന്നൊക്കെ ചിന്തിക്കണം. അള്ളാഹ് പറയുന്നത് എളുപ്പാക്കിയിട്ടുണ്ടെന്ന്. എന്താ അള്ളാഹ് പറഞ്ഞറിയോ? ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്നൊരു ഗ്രന്ഥമായി, പ്രമാണമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 2-ാമത്തെ ആയത്ത്. അതുപോലെ വീണ്ടും അല്ലാഹു തആല പറയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്തറിയോ അദ്ദേഹം പറഞ്ഞ വാക്ക് അത്ഭുതമാണ്. യസ്സർനാഹു ലിൽ ഹിഫ്ളി വൽ ഖിറാഅ, യസ്സർനാഹു ലിൽ ഹിഫ്ളി വൽ ഖിറാഅ, മനപ്പാഠമാക്കാനും വായിക്കാനും ഞങ്ങൾക്ക് എളുപ്പമുള്ളതാക്കി എന്നാണ്. മനപ്പാഠമാക്കാൻ വിശുദ്ധ ഖുർആൻ എളുപ്പമാണ്, വായിക്കാൻ വിശുദ്ധ ഖുർആൻ എളുപ്പമാണ്. പക്ഷെ നമ്മള് ഒന്ന് പരിശ്രമിക്കണമെന്ന് മാത്രം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കിതാബിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കി. എന്തിനാണ് ഖുർആൻ? എന്താ ഖുർആൻ നമ്മളോട്, ഖുർആനിലൂടെ അള്ളാഹ് നമ്മളോട് പറയണത്? ഈ പറഞ്ഞത് എന്താന്ന് അറിയാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ അള്ളാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ഖുർആൻ പഠിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് തദബ്ബുർ നടത്തണം, വിനീതരാകണം. മാത്രമല്ല, ഖുർആൻ പഠിക്കാത്ത, ഖുർആനിനെ പറ്റി ചിന്തിക്കാത്ത, ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യാത്ത, അത് വലിയ അപകടം. അല്ലാഹു തആല ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തവരോട് താക്കീത് നൽകുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കാത്തവർ അല്ലാഹ് ആക്ഷേപിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ? അതല്ല, അവരവരുടെ ഹൃദയങ്ങളിൽ മേൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണെന്ന് 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ 24-ാമത്തെ ആയത്താണ്. അതായത് ഈ ആയത്തിന്റെ ശറഹിൽ മുഖ്തസർ തഫ്സീറിൽ കാണാം, സത്യത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ഇക്കൂട്ടർക്ക് അള്ളാന്റെ ഖുർആനെ കുറിച്ച് ആലോചിക്കുകയും അതിലടങ്ങിയതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുകൂടെ എന്നാണ്. ഈ ആയത്തിന് തഫ്സീറായി ഇമാം ഷൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ആധുനിക മുഫസ്സിറുകളിൽ പ്രസിദ്ധനാണ്, അഹ്ലുസുന്നത്തിന്റെ മുഫസ്സിറാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ലവാഉൽ ബയാനിൽ, അയ്യുറിദൂന അൻ കിതാബില്ലാ, അവർ അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പിന്തിരിയുകയാണോന്നാണ്. ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഖുർആനെ വിട്ടിട്ട് നിങ്ങൾ പിന്തിരിയാണോ? ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്ന് ഇമാം ഷൻഖീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീറായി പറയാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം 38-ാം അധ്യായം അതിന്റെ 29-ാമത്തെ ആയത്തിൽ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറൂ ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. നബിയെ, താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ കിതാബ് അത്രയുത്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകേണ്ടതിനും വേണ്ടി എന്ന് 38-ാം അധ്യായത്തിന്റെ 29-ാമത്തെ ആയത്തിൽ പറയാണ്. ആ ഗ്ലാസിന്റെ നേരെ പുറകിലിരിക്കണ ആ മക്കളുണ്ടല്ലോ, അത് വളരെ മോശമാണ് കേട്ടോ. ഞാൻ തുറന്നാണ് പറയേണ്ടതെന്ന് വിചാരിക്കരുത്. നിങ്ങളെ ഹുത്തുബാണ് ബാത്തിലാവും. അടങ്ങിയിരുന്നോളി, കേൾക്കാൻ പറ്റില്ലെങ്കിൽ പുറത്തേക്കാണ് പോവാ. അല്ലാഹുൽ മുസ്തആൻ. ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് അല്ലാഹു തആല പറയാണ്,
കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ അതെന്ന് പറഞ്ഞാൽ ഫീഹി ഖൈറുൻ കസീർ എന്നാണ് ഇമാം സഅദി പറയാണ്. അതിൽ ധാരാളം നന്മയുണ്ട്. വഇൽമുൻ അസീർ, വർദ്ധിച്ച വിജ്ഞാനമുണ്ട്. ഫീഹി കുല്ലു ഹുദൻ മിൻ വലാല, വഴികേടിൽ ശരിയായ വഴിയുണ്ടതിൽ. വശിഫാഇൻ മിൻ ദാ, ഹൃദയരോഗങ്ങൾക്ക് മരുന്നുണ്ടതിൽ. വനൂരിൻ യുസ്തദാഉ ബിഹി ഫിൽ ളുലുമാത്, അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് പ്രകാശമുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയാൻ വകുല്ലു ഹുക്മിൻ യഹ്താജു ഇലൈഹിൽ മുകല്ലഫൂൻ വഫീഹി മിനൽ അദില്ലത്തിൽ ഖത്ഇയ്യ അലാ കുല്ലി മത്ലൂബ് മാ കാന ബിഹി അജല്ലു കിതാബിൻ തറഖൽ ആലമ മുൻദു അൻശഅഹു അല്ലാഹ്. ആവശ്യമുള്ളതിനെല്ലാം ഖണ്ഡിതമായ തെളിവുകൾ അതിലുണ്ട്. അതിൽ കാണാം അള്ളാഹു ഇറക്കിയതിനു ശേഷം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും മഹത്തായ ഗ്രന്ഥമായി അത് മാറുന്നു. എന്നിട്ടൊരു വാക്കുണ്ട്, ആ വാക്കാണ് നമുക്കിന്ന് പ്രധാനം. ലിയദ്ദബ്ബറു ആയാതിന, ഇതിൽ ആയത്തുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നതിനും. ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എത്ര കാലമായി ഖുർആൻ ഓതുന്നു? എത്ര കാലമായി ഖുർആൻ ഓതുന്നു? നാം ഓതിപ്പോകുന്ന വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമുക്ക് അങ്ങനെ ചിന്ത തന്നെ ചിലപ്പോൾ വരാം, അറിയാത്തോണ്ടായിരിക്കാം. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമുക്ക് പുറത്തൊരുമാറാട്ടെ. ഞാനൊരു ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ ആദ്യം എന്നോടാ, പിന്നെ ഞങ്ങളോട് പറയുള്ളൂ. നമ്മൾ പഠിക്കണം, നന്നായിട്ടൊന്ന് പഠിക്കണം. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്തിന്റെ ബാക്കി ഇമാം സഅദി പറഞ്ഞ വാക്കെന്താ? ഐ ഹാദിഹിൽ ഹിക്മത മിൻ ഇൻസാലിഹി ലിയതദബ്ബറ അന്നാസു ആയാതി ഫയസ്തഖ്രിജു ഇൽമഹാ ويتأملوا أسرارها وحكمها فإنه بالتدبر فيه والتأمل لمعاني وإعادة الفكر فيها مرة بعد مرة تدرك بركته وخيره وهذا يدل على الحث على تدبر القرآن. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ഈ ഗ്രന്ഥം ഇറക്കിയ ലക്ഷ്യം ഇതാണെന്നാണ്. എന്താണ്? ജനങ്ങൾ അതിലെ വചനങ്ങൾ ചിന്തിച്ച് പഠിക്കണമെന്നാണ്. നമ്മള് ഓത്തുകാരാണ്. ഇപ്പോഴും ഓതൽ കൂലിയുള്ള കാര്യമാണ്. കേൾക്കൽ കൂലിയുള്ള കാര്യമാണ്. അവിടെ അവസാനിപ്പിക്കാൻ പറ്റൂല. പഠിക്കണം, ചിന്തിക്കണം എന്നാണ്. അതിലെ അറിവുകൾ കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഇൽമുകൾ കണ്ടെത്തണം. അതിലെ വിധികളും രഹസ്യങ്ങളെയും കുറിച്ച് ആലോചിക്കണം. നിരന്തരമായി അതിലെ ചിന്തകൾ ആവർത്തിക്കണം. അങ്ങനെ അതിലെ നന്മയും അനുഗ്രഹങ്ങളും കണ്ടെത്തണം. ഇതെല്ലാം അതാണ് വാക്ക്. വഹാദാ യദുല്ലു അലൽ ഹിസ്സി അലാ തദബ്ബുരിൽ ഖുർആൻ. ആ വാക്കിൽ നമ്മൾ അടിവരടണം. ഇതെല്ലാം ഖുർആൻ പഠിക്കാനുള്ള, ഉറ്റാലോചിക്കാനുള്ള പ്രേരണയാണെന്ന്. വഅന്നഹു മിൻ അഫ്ളലിൽ അഅമാൽ وأن القراءة المشتملة على التدبر أفضل من سرعة التلاوة التي لا يحصل بها هذا المقصود. കാരണം അത് ഏറ്റവും ഉത്തമമായ പ്രവൃത്തിയാണ്. ഖുർആൻ പഠിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നത് ഉത്തമമായ പ്രവൃത്തിയാണ്. വേഗത്തിൽ ഓതിപ്പോകുന്നതിനേക്കാൾ നല്ലത്, ശ്രേഷ്ഠമായത് ആശയങ്ങൾ ഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കി അതിന്റെ മാനി മനസ്സിലാക്കി അതിന്റെ വശങ്ങളിലൂടെ കൃത്യമായി ഓതിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയാണ്. എന്നാൽ പ്രിയമുള്ളവർ, നമ്മളോ? ഇനി അദ്ദേഹം കുറെ വിശദീകരിക്കേണ്ടത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഞാനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ കലിമത്ത് എന്താ? വസ്സമാഇ ദാതിർ റജ്അ والأرض ذات الصدع إنه لقول فصل وما هو بالهزل. ആവർത്തിച്ച് മഴ പെയ്യിക്കുന്ന ആകാശത്തെ കൊണ്ട് സത്യം, സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെ കൊണ്ട് സത്യം. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, തീർച്ചയായിട്ടും ഇത് ഖുർആൻ നിർണായകമായൊരു വാക്കാകുന്നു. വമാ ഹുവ ബിൽ ഹസൽ, ഇതൊരു തമാശയല്ല. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഖുർആൻ ഒരു തമാശയല്ല. ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ഇടപെടുകയും ചെയ്യരുത്. അല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ പൂർവ്വസൂരികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പഠിക്കുക, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുക എന്നത് അള്ളാഹുവും അവന്റെ റസൂലും അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചൊരു തത്വമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ, ഇത് പ്രത്യേകമായി ഒരു ഖുതുബയായി തന്നെ പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിവിടെ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങൾ പരിപൂർണമായി ജീവിതത്തിൽ പിൻപറ്റാനും കൂടി നമ്മൾ ശ്രമിക്കുമ്പോഴേ ഖുർആൻ പഠിച്ചു എന്ന് പറയാൻ പറ്റും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, ഞങ്ങളിലൊരാൾ, ശ്രദ്ധിക്കണട്ടെ ശരിക്കും, ഞങ്ങളിലൊരാൾ വിശുദ്ധ ഖുർആനിലെ 10 സൂക്തം ആയത്ത് പഠിച്ചാൽ അതിന്റെ ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാതെ ഒരിക്കലും അടുത്തതിലേക്ക് കടക്കൂല എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇമാം ബൈഹഖി ഉദ്ധരിക്കണ കാണാം, മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചത് 12 വർഷം എടുത്തിട്ടാണ്. 12 വർഷം സൂറത്തുൽ ബഖറ പഠിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചാൽ ഒരു ദിവസം ഒരു ആയത്ത് വെച്ച് പഠിച്ചാൽ തന്നെ 1 കൊല്ലം മതി മാക്സിമം. അദ്ദേഹം പഠിച്ചത് 12 കൊല്ലാണ്. എന്താ 12 കൊല്ലം അദ്ദേഹം പഠിച്ചത്? ആയത്ത് മാത്രമല്ല, അതിന്റെ അഹ്കാമുകൾ, അതിലെ വിധിവിലക്കുകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാം, അതുമായി ബന്ധപ്പെട്ട അമൽ 12 കൊല്ലം. മാക്സിമം ഒരാള് ഖുർആൻ ആദ്യാവസാനം അർത്ഥസഹിതം പഠിക്കാനൊന്ന് മെനക്കെട്ടാൽ അയാൾക്ക് എത്ര ബുദ്ധി കുറഞ്ഞ ആളാണെങ്കിലും മാക്സിമം 5 കൊല്ലം മതിയാകുന്ന. 5 കൊല്ലം മതിയാകും. ഒരു 10 കൊല്ലം എടുത്താൽ എന്നങ്ങളൊന്ന് ആലോചിക്കും. ഒരു അധ്യായത്തിൽ 12 വർഷം. മഹാന്മാർ എത്രത്തോളം പ്രധാനം മനസ്സിലാക്കാനത്. ആധുനിക ഉലമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഇമാമു അഹ്ലുസുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നന്റെ ഇമാമിങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ ശറഹ് കിതാബുൽ ഉബൂദിയ്യ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വിശുദ്ധ ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, അഹ്ലുൽ ഖുർആൻ എന്ന് ശരിക്കും പറഞ്ഞെന്തറിയോ, അവർ അതുകൊണ്ട് അമൽ ചെയ്യുന്നവരാകുന്നു, ഒരു വേള അവരത് മനഃപ്പാടമാക്കിയിട്ടില്ലെങ്കിലും. അല്ലാഹു അക്ബർ. ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവർ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവർ. മഹാനായ അബീ മൂസ റളിയല്ലാഹു തആല അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, തആഹദു ഹാദൽ ഖുർആൻ, ഈ ഖുർആനുമായി നിങ്ങൾ നിരന്തരം ബന്ധം പുലർത്തുക. തആഹദു ഹാദൽ ഖുർആൻ, ഈ ഖുർആനുമായി നിങ്ങൾ നിരന്തരം ബന്ധം പുലർത്തുക. എന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയോ, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബാണ് സത്യം. ലഹു അശദ്ദു തഫല്ലുതൻ മിനൽ ഇബ്ലി ഫീ ഉഖ്ലിഹാ, അത് കെട്ടിയിട്ട ഒട്ടകത്തെക്കാളും വേഗം വിട്ടുപോകുന്ന ഒന്നാണ്. മറപ്പിക്കപ്പെടും വിശുദ്ധ ഖുർആൻ, മറപ്പിക്കപ്പെടുന്ന, അത് നിരന്തരമായി ഓതിയില്ലെങ്കിൽ, കേട്ടില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ അത് മറപ്പിക്കപ്പെടും, വിട്ടുപോകുന്ന. മഹാനായ ഹദീത്തിന്റെ ലോകത്ത് ഇമാമായി അറിയപ്പെടുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട് ഇതിനെ കുറിച്ച് ഫത്തുൽ ബാരിയിൽ. ഈ ആയത്തിനെ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ്, ഓടിപ്പോകുമെന്ന ഭയപ്പെടുന്ന ഒട്ടകത്തെ കെട്ടിയിടുന്നതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കുന്നതിനെയും അതിന്റെ ഓത്തിനെ നിലനിർത്തുന്നതിനെയും ഉപമിച്ചതാണ്. ഹിഫ്ളും തഅലീമും നബി ഉപമിച്ചത് കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണെന്ന്. അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ വഴിക്ക് പോകുന്ന. സുബ്ഹാനക. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർത്തെടുക്കേണ്ട, അമൽ ചെയ്യേണ്ട ഒരു വാക്കാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തെ പേർത്തും പിന്നെയും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പാണ്ഡിത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഖുർആൻ ഹിഫ്ളാക്കാനും അത് കൃത്യമായി പൂർവികർ ഓതിപ്പോയതുപോലെ ഓതിപ്പോകാനും തർത്തീലോടുകൂടി അതിന്റെ മആനി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ജീവിതം വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ക്രമീകരിക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല
നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു തആല നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റഹ്മഹും ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർഹും ഫലസ്തീൻ, അല്ലാഹുമ്മ ഗഫിർ ലഹും ഫലസ്തീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.